ഇതുവരെ എത്തിയില്ല. എന്ത് കഷ്ടമായി. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, കേൾക്കാമോ? ആ, കേക്കാം. പറഞ്ഞോളൂ. ഇന്ന് വരുന്നില്ലേ? ഞാനിന്ന് വരണോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് എത്തിയില്ല. എടാ, ഞാനൊരു ഹാട്രിക് അടിച്ചോട്ടെ. ഡിയോ വന്നാ കുറയും. അതെ, നമ്മുടെ ക്ലാസ്സിലെ ആ തല്ലിപ്പൊളി അണ്ണന്മാര് വന്നിട്ടുണ്ടോ? പിന്നെ അവർ നേരത്തെ വന്നു. പക്ഷെ പോത്തോളൊന്നും ഇറങ്ങുമോ? ഞാൻ ദേ എത്തി. ഹെഡ് മാസ്റ്റർ പ്യൂണായി ഞാൻ ഉച്ചകഞ്ഞി പൊന്നമ്മ ഉണ്ടായി മാത്രമേ അയാൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. വന്ന് സർക്കാർ സ്കൂളിന്റെ അവസ്ഥ. ആ സമയം കളയണ്ട, ഞാൻ പോയി പൊന്നമ്മയെ സഹായിക്കട്ടെ. രാത്രി മുഴുവൻ ഫേസ്ബുക്കിലും ഇപ്പോൾ ഫേസ്ബുക്കിലും സർക്കാർ സ്കൂളിന്റെ ഒരു അവസ്ഥയെ. ഹെഡ് മാസ്റ്ററും സാറുമായി ഞാനൊരാളും പഠിക്കാനായി 4-5 തല്ലിപ്പൊളി പിള്ളേരും. എങ്ങനെ നന്നാവാനാ? ഞാനല്ലേ പഠിപ്പിക്കുന്ന. എടാ രാജപ്പ, കഴിഞ്ഞ ദിവസം വന്നതിന്റെ ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോടാ? എന്തുണ്ടെന്നാ? ഗോൾഡൻ യൂത്തിന്റെ പൊറോട്ട അല്ല കപ്പയും ബിരിയാണിയോ? അല്ല സാറേ, ലീവ് ലെറ്റർ കൊണ്ടുവന്നു. ഇതെന്നാടാ ചുരുട്ടിക്കുട്ടി പശ ഒട്ടിച്ചത് പോലെ ഇരിക്കുന്ന? പിന്നെ മൂക്കള വന്ന് ചുരുട്ടി കൂടാണ്ട് വടി പോലെ ഇരിക്കും സാറേ. അയ്യേ, എത്രയും സ്നേഹം മറിഞ്ഞ. എപ്പോഴാണോ സ്നേഹം മറിഞ്ഞ? സാറേ, സ്നേഹമൊന്നും പറഞ്ഞിട്ടില്ല. അത് എത്രയും സ്നേഹം നിറഞ്ഞ. ഓ തന്നെ. ബഹുമാന പൊട്ട ഗ്ലാസ് ടോർച്ച് വലിച്ചെറിയാനായി. പൊട്ട ഗ്ലാസ് ടോർച്ച് വലിച്ചെറിയാനോ? സാർ എന്തൊക്കെയാ വായിക്കുന്നേ? ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ വായിച്ചറിയാൻ. ഓ, എന്റെ മഹാൻ ആരേ ജപ്പാൻ. നീ എപ്പോഴാണ് ജപ്പാന്റെ മഹാനായത്? ഇയാൾക്കൊന്നും വായിക്കാൻ അറിയില്ല സാർ. അതെന്റെ പേരാ, രാജപ്പൻ. മകൻ രാജപ്പൻ എന്നോ? അവൻ ഇന്നലെ വരാത്തത് അവന് പന്നിയും ഇലദോശയുമായിരുന്നു. പന്നി ഇലദോശോ? അതെന്താ സാറേ? പിന്നെ ഇത് വേറെന്താണോ? പനിയും ജലദോഷവും. ഓ, അങ്ങനെയാ. അതിനാൽ അവനെ ഗ്ലാസ്സിൽ കയറ്റി. നിന്നൊക്കെ ഗ്ലാസ്സിലല്ല, വല്ല കുട്ടകത്തിലാ കയറ്റണ്ടേ. ഇയാൾക്ക് കണ്ണാട വെച്ചെന്ന്. അത് ഗ്ലാസ്സിൽ നിന്നല്ല, ക്ലാസ്സിൽ. ഓ, വിനീത അമ്മായി. ആരാടാ വിനീതയുടെ അമ്മായി? ആരാ? വിനീതന്റെ വേറെ വിനീത അമ്മായി എന്ന് എഴുതണേ. വിനീതമായി. ഓ, വിനീതമായി. വിനീതമായി അപേക്ഷിക്കുന്നു. സ്വന്തം അച്ഛൻ സ്ത്രീ. നിന്റെ അച്ഛൻ എപ്പോഴാണ് സ്ത്രീയായ? എന്റെ അച്ഛൻ സ്ത്രീയാ. പിന്നെ ഇത് ഒപ്പ അച്ഛൻ ശ്രീ ശ്രീ. ഓ, അതൊക്കെ എങ്ങനെയതോ? എനിക്കൊരു ചെറിയ സംശയം. എന്താ സാറേ? ആരാടാ ഇത് എഴുതിയത്? വെറുതെ അല്ല ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസിന്റെ ഓണ പരീക്ഷ അടുത്തു വരുന്നതിനാൽ നമ്മുടെ ക്രിസ്മസിന്റെ പരീക്ഷ അടുത്തു വരുന്നതിനാൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാം. എടാ സോജപ്പ, ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്? സാറേ, ആകെ 38 അക്ഷരങ്ങളേ ഉള്ളൂ. 38 ആണോടാ ഇംഗ്ലീഷിലുള്ളത്? 48 ആണോടാ? സാറ് അറിവില്ലാത്ത പൈതങ്ങളല്ലേ. ഒന്ന് അങ്ങോട്ടില്ല ഒന്ന് ഇങ്ങോട്ടില്ല. 58. അവിടെ ഇരിയടാ. ഇംഗ്ലീഷിൽ 38 അല്ല 48 അല്ല 58 അല്ല, ആകെ 36 അക്ഷരങ്ങളേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 42 ലെറ്റേഴ്സ്. അത് തന്നെ. ആർക്കെങ്കിലും ഇനി ഇംഗ്ലീഷിനെ പറ്റി വല്ല ഡൗട്ട് ഉണ്ടോ? സാറേ, എനിക്കൊരു സംശയം. ആ, പറഞ്ഞോളൂ. സാറല്ലേ പറഞ്ഞേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചെറിയ അക്ഷരം പഠിക്കണം, വലിയ അക്ഷരം പഠിക്കണം. ആ, പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ അക്ഷരത്തിൽ വേണോ വലിയ അക്ഷരത്തിൽ വേണോ സാറ് സംസാരിക്കാൻ? നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ അക്ഷരത്തിൽ വേണം സംസാരിക്കാൻ. അതാണ് നമ്മുടെ രാഷ്ട്രീയ ഭാഷ. ഫുഡ് എന്നാൽ ആഹാരം. സാറേ, ആഹാരം ഇപ്പൊ തന്നെ വരുമല്ലോ. നിനക്ക് അതിന്റെ ചിന്തയുള്ളോ? അവിടെ ഇരിക്കുക, പൊന്നമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് എന്നാൽ ആഹാരം. അക്കോമഡേഷൻ എന്നാൽ താമസം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നാൽ ആഹാരം താമസിക്കും. അത് മിക്കവാറും നടക്കും. അവിടെ ഇരിക്കടാ. ഓക്കെ, ഗേൾ എന്ന പദത്തിന്റെ ഫുൾ ഫോം പറയൂ. ഒരാൾ പറ. നീ പറയടാ. ഗോസ്റ്റ് ഇൻ റിയൽ ലൈഫ്. ശരി ഉത്തരം. SMS വരാൻ കിട്ടിയ സമയം. ഇതെന്ത്? 0000000. ഇതെന്താടാ? കാണിച്ചേ. അയ്യേ, സാറിനൊന്നും ഇപ്പൊ അറിയില്ലേ. ഇപ്പൊ എല്ലാം ഹൈടെക്കാ. മൊട്ടക്കച്ചവടം വരെ മൊബൈലിൽ കൂടെയാ. ഓ, ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ഛർദിച്ച് കേൾക്കണമെന്നോ? ഛർദിച്ചല്ല, ശ്രദ്ധിച്ച്. 12 വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? 12 വർഷങ്ങൾക്ക് മുമ്പ്.
ഒരു ബോണ്ടയ്ക്ക് 10 പൈസയും ഒരു ഫോൺ കോളിന് 5 രൂപയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ബോണ്ടയ്ക്ക് 5 രൂപയും ഒരു ഫോൺ കോളിന് 10 പൈസയുമാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ശാസ്ത്രം തോറ്റു, ബോണ്ട ജയിച്ചു. കറക്റ്റ് ആൻസർ. നോട്ടീസ്. എന്നാടാ ഇത്രയും നീട്ടി പറയാൻ? സാർ വായിച്ചപ്പോ മനസ്സിലാവും. ഇന്ന് ഉച്ചക്കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ മണം അടിച്ച് പൊന്നമ്മ ബോധം കെട്ടു. ഇന്ന് ഉച്ചക്കഞ്ഞി ഉണ്ടാകുന്നതല്ല. ചിലപ്പോൾ ഇനി 2 ആഴ്ചത്തേക്കും ഉച്ചക്കഞ്ഞി ഉണ്ടാകുന്നതല്ല. ഇനി 2 ആഴ്ച സ്കൂളിൽ വന്നിട്ട് കാര്യമില്ലെന്നർത്ഥം. സമയം കളിയുണ്ട്. ഞാൻ പോയി പൊന്നമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ പിന്നെയും വരും. ഇനിയുണ്ട്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ നിങ്ങളോടൊക്കെയാണ് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത്. ആണോ? ഓ ശരി. നമുക്ക് നിന്റെ ഒക്കെ പേര് പറയാവോടാ? പേര് പറയാൻ ഇത്ര സുന്ദരം എ, സുന്ദരൻ ബി, സുന്ദരം സി, സുന്ദരം ഡി, സുന്ദരം ഇ. യുമാരൊക്കെ ഉണ്ട്. ആൽഫബറ്റ് ഓർഡറിലാണ് ജനിച്ചത്. ഓക്കെ, നമുക്കിനി ഇച്ചിരി ജനറൽ നോളേജ് പഠിക്കാം. ഈ ഡെന്റൽ കോളേജും മെഡിക്കൽ കോളേജും പോലെയുള്ള വല്ല കോളേജാണോ സാറേ? ഒരിക്കലുമല്ല. അതൊക്കെ പഠിക്കുന്ന കോളേജ്, ഇത് പഠിപ്പിക്കുന്ന കോളേജ്, കൊണോളേജ്. ഓ, ഡെന്റൽ നോളേജ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം സുന്ദരനെ എണീറ്റിക്കട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന മരം എന്താ? സമരം. ഓ വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. സുന്ദരൻ ബി, ക്രിസ്ത്യാനി ഹിന്ദുവും കൂടി ചേർന്ന് എന്താ വിളിക്കുക നമ്മള്? ഹിന്ദുസ്ഥാനി. വെരി ഗുഡ്. സുന്ദരൻ സി, ബാംഗ്ലൂർ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ജാം എന്തുവാ? ട്രാഫിക് ജാം അല്ലേ? ഓ, ഞാൻ ഊഹിച്ച ഉത്തരം തന്നെ ശരി ഉത്തരം. ഓക്കെ, സുന്ദരൻ ഡി. ഇനി അടുത്ത ചോദ്യം. കൃഷ്ണനും മീരയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. കൃഷ്ണനും മീരയ്ക്കും. ആ കൊച്ചിന്റെ പേരെന്താണെന്ന് ഊഹിച്ച് പറയാവോ? കൃഷ്ണനും മീരയ്ക്കും. കിട്ടി സാറേ. കൃഷ്ണന്റെ ക്രിയും മീരയുടെ മീയും. കൃമി. വെരി ഗുഡ്. സാറേ, എനിക്കൊരു സംശയം. സാറിന്റെ അച്ഛന്റെ പേരെന്താ? എന്റെ അച്ഛന്റെ പേര് പപ്പൻ. അമ്മയുടെ പേര് ശുഭലക്ഷ്മി. സാറിന്റെ അച്ഛന്റെ പായും അമ്മയുടെ ഷൂയും പശു. വെരി ഗുഡ്. എന്റെ പേരാണ് പശു, മിസ്റ്റർ പശു. ശരി, ഇനി നിന്റെ സംശയം ചോദിക്കാം. സാറേ, സംശയമല്ല, ഒരു ക്വസ്റ്റ്യൻ. ഒരു കറുത്ത സ്ഥലം, കറുത്ത സ്ഥലം, കറുത്ത മൃഗങ്ങൾ, കറുത്ത മൃഗങ്ങൾ, അവർക്ക് കറുത്ത കണ്ണ്, കറുത്ത കണ്ണ്, കറുത്ത ചെടി, കറുത്ത ചെടി, കറുത്ത മണ്ണ്, കറുത്ത മണ്ണ്, കറുത്ത ആകാശം, കറുത്ത ആകാശം, ഒരു കറുത്ത മനുഷ്യൻ, ഒരു കറുത്ത മനുഷ്യൻ, ഒരു കറുത്ത കാറിന്റെ, ഒരു കറുത്ത കാറിന്റെ, കറുത്ത ഹെഡ്ലൈറ്റ് ഉള്ള, കറുത്ത ഹെഡ്ലൈറ്റ് ഉള്ള ഒരു കറുത്ത റോഡിൽ കൂടെ പോവായിരുന്നു. പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച, ഒരു കറുത്ത പൂച്ച കറുത്ത വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി, മുരുകലെടുത്ത് ചാടി. പക്ഷെ ആ പൂച്ചേനെ അടിച്ചില്ല. അതിന് മുമ്പ് വണ്ടി നിന്നു. ഇതാണ് എന്നിന്റെ സംശയം. ഇപ്പൊ പറയാം. എനിക്കറിയില്ല. സാറിന് ബുദ്ധിയില്ല. ഞാൻ പറഞ്ഞോ അയാള് രാത്രി കാട്ടിലേക്ക് പോയെന്ന്. അയാള് രാവിലെ സാറേ പോയേ. നീക്കൊക്കെ ഇത്ര ബുദ്ധിയുണ്ടോ? ശരി, നിനക്കെല്ലാം അടുത്ത ചോദ്യം. സുന്ദരനി, ഉത്തരം കിട്ടുന്ന സ്ഥലം എന്താണ്? അറിയത്തില്ല സാറ്. ഉത്തർപ്രദേശ്. ശരി. സുന്ദരനെ, എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താന്ന് പറയാവോ? അമേരിക്ക ഇന്ത്യക്ക് ദാനം തന്ന സാധനം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ.
സുന്ദരൻ ബി, ഈ വെള്ളത്തിന്റെ കെമിക്കൽ ഈക്വേഷൻ ഒന്ന് പറഞ്ഞേ. LMNOPQRST. നീ എന്താ തെറ്റാ. HIJKLMNO. നീ എന്താന്നാണ് ആൽഫബറ്റ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാറല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച വാട്ടറിന്റെ കെമിക്കൽ ഈക്വേഷൻ H2O. എന്റെ അമ്മോ, എടാ അത് 2 H ഒരു ഓയും കൂടെ കൂട്ടിയാടെ H2O എന്നല്ലാണ്ട് HHO. ആ ശരി. ഇനി സുന്ദരൻ ബി, രണ്ടും 4, 4 4 8 അറിയാലോ. അപ്പൊ 1943 1942 എത്രയാണെന്ന് അറിയാവോ? അമ്മയുടെ കള്ള എളുപ്പമുള്ളതല്ല സാറും പറഞ്ഞിട്ട് കഷ്ടമുള്ള ഞങ്ങൾക്കായിരുന്നല്ലേ. ഭക്തന്മാർ ഇപ്പൊ ഇരിക്കണം നിന്റെ സ്ഥലത്ത്. എടാ നിന്നെ ഒക്കെ തെണ്ടിയല്ലടാ പഠിപ്പിക്കുന്നേ. നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന എന്നെ വേണോടാ തല്ലാൻ. സാറിനെ തല്ലാൻ. പിള്ളേർ സാറിനെ ഉപദ്രവിച്ചു കാരണം നീ അടുത്ത അരിപ്പ് വരെ സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല. നീ ഒരിക്കലും സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല.